ക്ഷേമ പെൻഷന്റെ പുതിയൊരു അറിയിപ്പിലേക്ക് സ്വാഗതം. എല്ലാവരും ക്ഷേമ പെൻഷൻ വിവരങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമന്റ് ചെയ്യുക. സർക്കാരിന്റെ ഏറ്റവും വലിയ സാമ്പത്തിക സഹായമായ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുമ്പോൾ വിധവാ പെൻഷനുകൾ, വികലാംഗ പെൻഷനുകൾ, വാർദ്ധക്യകാല പെൻഷനുകൾ, അവിവാഹിത പെൻഷനുകൾ നേരിട്ട് കൈകളിലും ബാങ്ക് അക്കൗണ്ടിലും സ്വീകരിക്കുന്ന ഉപഭോക്താക്കൾ, ഇതോടൊപ്പം തന്നെ കേന്ദ്രവിധമായ പെൻഷൻ വാങ്ങുന്നവർ, എല്ലാവിധ അർഹതയുണ്ടായിട്ടും മുടങ്ങിപ്പോയ പെൻഷൻ ഉപഭോക്താക്കൾക്കുള്ള അറിയിപ്പെത്തി. നവംബർ മാസത്തെ ഡിസംബർ മാസത്തെ ഒക്കെ ഇങ്ങോട്ട് ചേർത്ത് ഒരുമിച്ച് അക്കൗണ്ടിൽ വന്നു ചേരും, കൈകളിലും. എല്ലാവർക്കും സന്തോഷ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 3200 രൂപയായിരിക്കും എത്തിച്ചേരുന്നത്. ഇതോടൊപ്പം തന്നെ അർഹതയുണ്ടായിട്ടും പെൻഷൻ എത്തിച്ചേരാത്തവർക്ക് ഇതിൻ്റെ കൂടെ ആ തുകയും എത്തിച്ചേരും. ഡിസംബർ ആദ്യവാരം വിതരണം ആരംഭിച്ച് ക്രിസ്മസിന് മുമ്പായി വിതരണം പൂർത്തിയാക്കുന്ന രീതിക്കുള്ള നടപടിയാണ് ഇപ്പോൾ സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു അറിയിപ്പ്, പെൻഷൻ പ്രായം 60 ഉയർത്തും എന്ന ഭരണ കമ്മീഷൻ ചൊവ്വാഴ്ച ചേർന്ന മന്ത്രിസഭാ യോഗം തള്ളി. ഇതിനായി കമ്മീഷനെ ചുമതലപ്പെടുത്തി. എല്ലാ വർഷവും ചട്ടങ്ങൾ രൂപപ്പെടുത്തുന്നതിന് നിർദ്ദേശം നൽകും. ഭിന്നശേഷിക്കാർക്കായി സമർപ്പണം ചെയ്തിട്ടുള്ള സ്ത്രീകൾ ഒന്നോടെ പുനർപരിശോധിക്കും. എന്നിട്ട് ഇതിന് വേണ്ട നടപടികൾ വേഗം തന്നെ സർക്കാർ സ്വീകരിക്കും. അപ്പോൾ ഇതുപോലത്തെ അറിവുകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇന്ന് ഒരുത്തരം കൊടുത്ത കമൻറ്റ് ഞാനിവിടെ സ്ക്രീൻഷോട്ട് ഇടാം. നിങ്ങൾ തന്നെ അവന് മറുപടി കൊടുക്കുക. എന്നെപ്പോലുള്ള വികലാംഗന്മാരെ മാനസികമായിട്ട് കളിയാക്കുന്ന ഒരു രീതിയിലാണ് അവൻ കമൻറ്റ് കൊടുത്തത്. അവനുള്ള മറുപടി നിങ്ങളതിന് കൊടുക്കുക. പരിമിതിക്കുള്ളിൽ നിന്നാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതിന് തന്നെ പേഴ്സണലായിട്ട് വീഡിയോനെ കുറിച്ച് എന്ത് വേണമെങ്കിലും പറയാം. പേഴ്സണലായിട്ട് ഒരാളെ കളിയാക്കുന്നത് ശരിയല്ലല്ലോ. എനിക്ക് വേണ്ടിയല്ല, എന്നെ പോലെയുള്ള ആയിരക്കണക്കിന് ജനങ്ങൾക്ക് വേണ്ടിയാണ്. ഇത് പ്രതികരിച്ചില്ലെങ്കിൽ ശരിയാവില്ല. അതുകൊണ്ട് ഇത് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഹെൽപ്പ് ചെയ്യണം. നല്ല മനസ്സിന് ഉടമയായിട്ട് ആളുകൾ ഇനിയും എന്നെ ആരുടെയും യൂട്യൂബ് അക്കൗണ്ടിലോ അത് പേഴ്സണലായിട്ട് ഹറാസ്മെൻറ്റ് ആരും ചെയ്യരുത്. അതിനു വേണ്ടിയിട്ടാണ്. മാക്സിമം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് അറിയിക്കുക, ഇതിലുള്ള ആൾക്കാരിലേക്ക് എത്തിക്കുക. എനിക്ക് ഓഡിയോ റെക്കോർഡ് ചെയ്യാൻ ഇച്ചിരി വർത്തമാനം പറയാൻ ഇച്ചിരി താമസം ഉണ്ടെന്നുള്ളൂ. സ്പീഡിൽ പറഞ്ഞാൽ ക്ലിയർ ആവില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്ര സമയം എടുത്ത് സാവധാനം പറയുന്നത്. എനിക്കറിയാം അത് സ്ലോയാണ്. അല്ലാണ്ട് നിങ്ങൾക്ക് കാര്യം മനസ്സിലാവണ്ടേ, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ സമയം എടുത്ത് പറയുന്നത്. അല്ലാണ്ട് വേറെ ഒന്നുമല്ല. എനിക്ക് നടക്കാൻ മാത്രമേ ചെറിയൊരു ബുദ്ധിമുട്ടുള്ളൂ. സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ നല്ല ധൈര്യമുണ്ട്. എന്തു വന്നാലും നേരിടാനും ഒരിക്കലും തന്നെ ഞാൻ ഇരിക്കുന്നത്. എന്നെ നിങ്ങളാണ് സപ്പോർട്ട്. നിങ്ങളോടുള്ള നന്ദി മാത്രമേ എനിക്കുള്ളൂ. അല്ലാണ്ട് ഇങ്ങനെ നെഗറ്റീവ് കമൻറ്റ് ഇടുന്ന ആൾക്കാരൊന്നും ഞാൻ അതിൻ്റെ സെൻസിൽ ഇതുവരെ ഒന്നും പ്രതികരിക്കാൻ പോയിട്ടില്ല. പക്ഷെ ഇവൻ ഇന്ന് പ്രതികരിച്ച് ഇച്ചിരി കൂടിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ ഇത്ര പറഞ്ഞത്. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫുള്ളായിട്ട് വീഡിയോ കാണണമെന്നാണ് മനസ്സിലാവുള്ളൂ. എൻ്റെ കൊളാബ് ബട്ടണ് ഞാൻ ഇത് പിന്നെ ചെയ്ത് വെച്ചേക്കാം. ക്ലിക്ക് ചെയ്താൽ മതി. എന്നാണ് വീഡിയോ